ഇനിയെങ്കിലും ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ കാണിക്കരുത്. നിന്റെ പ്രശ്നം എത്ര വലുതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ആത്മഹത്യ ചെയ്യാൻ കാണിക്കുന്ന ധൈര്യം മതി ചങ്കുറപ്പോട് ജീവിച്ച് കാണിക്കാൻ. എന്ത് പ്രശ്നം ഉണ്ടായാലും ധൈര്യമായിട്ട് നേരിടാൻ ശീലിക്കണമെന്ന് നീ തന്നെയല്ലേ ഞങ്ങളോട് പറയാറുള്ളത്? ഇത് നിനക്ക് മറയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത് ആളുകൾ അറിയോന്ന് ഇപ്പോഴേ നീ മനസ്സിലാക്കണം. നീ ലോകത്തെ നേരിടാൻ തയ്യാറെടുക്കുകയാണ് വേണ്ടത്. നീ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. പ്രിയന് ഇതിനെ കുറിച്ച് അറിയാവോ? അറിയില്ല. പ്രിയനോട് പറയാതെയാണോ നീ ഇങ്ങനൊരു മണ്ടത്തരം കാണിച്ചു കൂട്ടിയത്? ഇവളൊന്നും അറിയാത്ത പൊട്ടിക്കാളിയാ. പ്രിയൻ അത്യാവശ്യം വിവരമെങ്കിലും ഇല്ലേ? അവൻ വേണ്ടേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ? ഇങ്ങനെ ധൃതി കാണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അതിനെ കുറിച്ച് ഇപ്പൊ സംസാരിച്ചിട്ട് എന്താ കാര്യം? നടന്നത് നടന്നു. നീ ഇത് ഞങ്ങളോട് തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് പ്രിയന്റെ അമ്മയോട് ചെന്ന് സംസാരിച്ചിട്ട് അവര് വഴി നിന്റെ അച്ഛനെയും അമ്മയും കണ്ട് നിങ്ങളുടെ കല്യാണം പെട്ടെന്ന് നടത്തണമെന്ന് നമുക്ക് പറയായിരുന്നില്ലേ? ലക്ഷ്മി ചേച്ചിയുടെയും നിന്റെയും കല്യാണം നമുക്ക് ഒരുമിച്ച് നടത്തായിരുന്നു. എന്തിനാ നീ വെറുതെ ആത്മഹത്യക്ക് ശ്രമിച്ചത്? ഞാനിപ്പോ തന്നെ പ്രിയനെ വിളിച്ച് സംസാരിക്കാം. വേണ്ട വേണ്ട, ചേട്ടനെ കുറിച്ച് അനാവശ്യം പറയരുത്. തെറ്റ് നിന്റെ ഭാഗത്ത് മാത്രമല്ല പാറു, പ്രിയനും ഈ കാര്യത്തിൽ കുറ്റക്കാരനാണ്. നിന്നെ ഈ അവസ്ഥയിലാക്കിയത് അവനല്ലേ? ഞങ്ങളുടെ സ്നേഹത്തെ പറ്റി മോശമായിട്ട് സംസാരിക്കരുത്. എങ്ങനെ സംസാരിക്കാതിരിക്കും? ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിനക്ക് പ്രിയന്റെ വീട്ടിൽ താമസിക്കേണ്ടി വന്നു എന്ന് കരുതി അവൻ ഇത് മുതലെടുത്തത് ശരിയാണോ? നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് കരുതി പ്രിയൻ ഒരിക്കലും ഇങ്ങനെ അതിര് കടക്കാൻ പാടില്ലായിരുന്നു. നിർത്ത്. പ്രിയൻ ചേട്ടൻ അതിൽ കടന്നിട്ടില്ല. അദ്ദേഹം എന്നോട് എപ്പോഴും ബഹുമാനത്തോടെ മാത്രമേ പെരുമാറിയിട്ടുള്ളൂ. എനിക്ക് സംഭവിച്ചതിന് കാരണക്കാരൻ പ്രിയൻ ചേട്ടനല്ല.